അസ്സലാമലൈക്കും. മബിൻ്റെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇടിച്ചക്കാൻ്റെ ഉപ്പേരി കേട്ടോ വെക്കണ്. തോരെന്ന് പറയും, ഉപ്പേരി എന്ന് പറയാം, എന്തുവാണെങ്കിലും പറയാട്ടോ. അപ്പോൾ എന്താണ്, ഞാനിത് അരിഞ്ഞൊക്കെ വെച്ചാണ്, വലിയ കഷ്ണാക്കി കേട്ടോ അരിഞ്ഞ് വെച്ചാണ്. എന്താ വെച്ചാൽ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചിട്ട് വേണം, ഇടിച്ചക്കയാണല്ലോ. അപ്പോൾ ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് പിന്നെ ഇങ്ങനെ കല്ലിലിട്ട് കുത്തുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഒരു വിസിൽ മതിയാവും തോന്നണം. ഒന്ന് എടുത്ത് അടിച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ ഒന്നും കൂടി അടുപ്പിച്ച് കൊടുക്കുക. അതണ്ട, ഇതിപ്പോൾ ഒരാളൊരു കഷ്ണം തന്നാട്ടോ, നമുക്ക് ചക്കയൊന്നും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ അത് കുക്കർക്ക് ഇടുന്നുണ്ട്. കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാട്ടോ. കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ലേശം ഉപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അര ഗ്ലാസിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. അടുപ്പത്തല്ല, ഗ്യാസ് അടുപ്പുമ്മ വെച്ചാൽ മതി. അല്ല, പുറത്തത്തെ അടുപ്പല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഒരു വിസിൽ വന്നിട്ട് എടുത്ത് നോക്കിയിട്ട് പാകത്തിന് വേവാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ചെയ്യാം. അപ്പം അതിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്ത് വെച്ചാൽ ഒരു അരമുറി തേങ്ങ, കുറച്ച് പച്ചമുളക്, നല്ല എരിവുള്ള മുളക് കേട്ടോ. അപ്പോൾ കാന്താരി മുളകാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്ക് കാന്താരി ഇല്ല, കാന്താരി ഒന്നും ഒരു മരം ഉണ്ടായിരുന്നു, അതിമ പോയി നോക്കിയിട്ട് 3-4 ചെറുത് കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഒരു എരിവുള്ള പച്ചമുളകും കൂടി എടുത്തത് കണ്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിൻ്റെ ഒരു 3-4 അല്ലിയുണ്ട്, ചെറുതാണ്. പിന്നെ വെളുത്തുള്ളി 3 അല്ലി ഞാൻ പൊളിച്ചതാട്ടോ, അതാണ് അങ്ങനെ. പിന്നെ ഇതൊന്ന് ഒതുക്കിയെടുക്കുക, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട്. എന്നിട്ട് വെക്കണ രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എല്ലാ കൊല്ലവും ഉണ്ടാക്കണതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്ത്, ഇതിൻ്റെ ഒരു കഷ്ണം ഞാൻ എടുത്ത് ഇതണ്ട. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്, കഞ്ഞിക്കും എന്താണ് ചോറിനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചക്കക്കാലാണല്ലോ ആയി വരുന്നത്, അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടെങ്കിൽ വെച്ച് നോക്കുക. അപ്പോൾ നമ്മളത് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ എങ്ങനെ വെക്കണതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു പിഞ്ചിട്ടാൽ മതി. പിന്നെ നമ്മളിത് ചതക്കണിയിലിടുമല്ലോ. പിന്നെ ലേശം ഉപ്പും, കുറച്ച് ഉപ്പിടുക. പിന്നെ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. വേണ്ട, കുറച്ച് വെള്ളം. ഒന്ന് അടച്ച് വെച്ചിട്ട് ചിലപ്പോൾ 2 വിസിൽ വേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ചക്ക പല കോലത്തിലാണ്, ചിലത് പെട്ടെന്ന് വേവും, ചിലതിന് ലേശൊരു എന്താ പറയുക പൊടിയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മൂത്തത് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ചിലത് പെട്ടെന്ന് വേവും പൊടി കുറഞ്ഞാണെങ്കിൽ. ഇതിപ്പോൾ എങ്ങനെ അറിയില്ല, ഏതായാലും ഞാൻ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങയും മുളകൊന്ന് ചതച്ചെടുക്കട്ടെ. നല്ല അരിയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഉള്ളിയിട്ട് വെളുത്തുള്ളിയിട്ട്, പിന്നെ ചില ആൾക്കാരൊക്കെ നല്ല ജീരകം ഇടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഇടലില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ അങ്ങനെ ചെയ്തോളി. ജീരകം ഇടണമെങ്കിൽ ലേശം നല്ല ജീരകം ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിലിട്ടിട്ടുണ്ട്, ബാക്കി ഇതിലിട്ട്. അങ്ങനത്തെ കൂട്ടാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മോഡൽ കൂട്ടാനൊക്കെ എനിക്കിഷ്ടം അങ്ങനത്തെ കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി, നല്ലതായിരിക്കും. അതിലൊക്കെ തിന്ന് പഠിക്കണം. പഴയ കൂട്ടാനൊക്കെ പുതിയ കുട്ടികളൊക്കെ തിന്ന് പഠിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ രീതിക്കാട്ടോ ഒതുക്കിയെടുത്ത് കണ്ട. നല്ല അരിഞ്ഞിട്ടുമില്ല, ഞാൻ ഒന്ന് നല്ല പോലെ ഒതുങ്ങുകയും ചെയ്തതാണ്. ഇതേ രീതിയിൽ എടുക്കുക.
അപ്പം അതാ ഇത് പെട്ടെന്ന് വെന്തിട്ടോ. ഒരു വിസിലടിച്ച് കുറച്ച് നേരം അടച്ച് പെട്ടെന്നായി. അപ്പം അതാ ഞാൻ പറഞ്ഞു, കുക്കറൊക്കെ പല മോഡലിലേക്കും, ചിലത് കുറച്ചധികം വേണ്ടി വരും വിസിൽ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ചതക്കിയെടുത്താൽ മതി. നമ്മളെ ഉള്ളിയൊക്കെ ഇതൊക്കെ ചതക്കണ ഈ ഇതുണ്ടല്ലോ വരല്, അതിൻ്റെ ആ കുത്തി എടുത്തിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി. പയ്യെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ, പാത്രമൊന്നും കേടൊന്നാവും. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചക്കയൊക്കെ കുത്തി ഇടിച്ച് എടുത്തിന്ന് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി വന്ന് അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്നും പ്രത്യേക അളവിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ചാണ്ട് എടുക്കുക, എടുക്കാണ്ട് ഇടുക. അപ്പം നിങ്ങളെല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളെ സബ്സ്ക്രൈബ് കാത്ത് നമ്മളിതൊക്കെ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളെ ബുദ്ധിമുട്ടാക്കല്ല, ഇങ്ങനെ പറയുമ്പം ചില ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ പറയുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട. നമുക്ക് തീരെ സബ്സ്ക്രൈബ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, തീരെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അത് പൊട്ടി മുളക്, വറ്റൽ മുളക് ഇട്ട് കറിവേപ്പിൻ്റെ ഇട്ട് ഇടിച്ച ചക്ക നമുക്ക് കിട്ടും. ഒരു വിസിലടുപ്പിച്ചാൽ മതിയേ, അത് മതിയാവും, പെട്ടെന്ന് പോകും. കാരണം അത് മൂക്കാത്ത ചക്കല്ലേ, അതുകൊണ്ട് പെട്ടെന്നാവും. നമുക്ക് ഈ എന്താണ് ഒതുക്കി വെച്ച തേങ്ങയും മുളകും ഇട്ട് കൊടുക്കുക. ഒന്ന് ആവിയുള്ള കേട്ടോ, ഈ തേങ്ങൻ്റെ ആ ചൊവയൊന്ന് പോവാൻ പാത്രം കൊണ്ട് തന്നെ ഉണ്ട് അടച്ച് വെക്കാം. അപ്പോൾ അതങ്ങനെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണേ. ഉപ്പ് ഇപ്പം നമ്മൾ വേവിച്ചപ്പോൾ ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോൾ അത് പോരാ. അപ്പം നമ്മളെ ചക്ക ഇവിടെ റെഡിയായി. ഇടിച്ചക്കത്തോരന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉപ്പുണ്ടോ നോക്കട്ടെ. ഇപ്പോൾ ഉപ്പൊക്കെ പാകം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വെറുതെ പറയല്ല. ഇതുണ്ടാക്കി നോക്കിയുണ്ട് ചക്ക ഉള്ള ആൾക്കാരൊക്കെ. ചക്ക ഇല്ലാത്തവർ എവിടെയെങ്കിലും പോയി ഒരു ചക്ക ഇടിച്ചക്ക കൊണ്ടുവന്ന് ഉണ്ടാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്, ചോറിനും പറ്റും. ഇപ്പം നിങ്ങൾക്ക് തീ കാണുമ്പോൾ ഒരു മഞ്ഞ കളറൊന്നുമില്ല, അല്ലാതെ ഇത് ഒരുവിധം മഞ്ഞ നല്ലൊരു കളറാട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ച് നിൽക്കരുട്ടോ. ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താളി, ലൈക്കും ഒക്കെ ചെയ്താളിട്ടോ ഒന്ന്. അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, എത്രയോ ആൾക്കാർക്ക് നിങ്ങൾ ചെയ്തിട്ട് നന്ദി ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതുപോലെ ഒന്നും ആവൂലേ. നമുക്ക് എന്നും നിങ്ങളെ സപ്പോർട്ട് വേണം, എന്നും നിങ്ങളോട് നന്ദി ഉള്ള ആളാവും ഞാൻ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് എന്ന് മാത്രമുള്ള പാട്ടേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അതൊന്ന് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.